ഇവിടെ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഈ ഒരു റൈഡിന്റെ കാലപ്പഴക്കം തന്നെയാണ്. നമുക്ക് ക്യാമറ ഇങ്ങോട്ടൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അതായത് ഈ കാണുന്ന നേരത്തെ ഈ അപകടം ഉണ്ടായ ഈ ഊഞ്ഞാലിന്റെ ഭാഗം, ഇതിന്റെ പ്രധാന ഭാഗം നിലനിന്നിരുന്നത് ഈ താഴെയാണ്. ഇതിന്റെ വെൽഡിംഗ് ആണ് ഈ ഒരു കാലപ്പഴക്കം കൊണ്ട് പൂർണ്ണമായി ഇവിടെ നിന്ന് അടർന്ന ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു റൈഡ് തന്നെ പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇതിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ കാലപ്പഴക്കം അപകടത്തിന് കാരണം. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഇൻസിഡന്റ് ആണ്. ഇതിന് ഒരു 2-3 മാസമായി ഒരു കുട്ടി ഇവിടെ വെള്ളത്തിൽ വീണ് മരിച്ചു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ ഇവിടെ റൈഡ് പൊട്ടി വീണു. അന്ന് ഒത്തിരി പേർക്ക് നട്ടലിനുൾപ്പെടെ പരിക്ക് പറ്റി. അവർ വളരെ കാലം ലക്ഷക്കണക്കിന് രൂപ ട്രീറ്റ്മെന്റായി. വെഞ്ഞാറമൂട് പോലീസിൽ അത് സംബന്ധിച്ച് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധാരണക്കാർക്ക് ഒരുപാട് ദൂരം നിന്ന് വരുന്നവർക്ക് കഴിയില്ല. അപകടം ആദ്യമായിട്ടല്ല. ഞങ്ങൾ അന്ന് ഇത് തമിഴ്നാട്ടില് വലിയ പാർക്കുകളെല്ലാം എല്ലാ സേഫ്റ്റി മെഷേഴ്സും പാലിച്ചാണ് നടത്തുന്നത്. അതിന്റെ പീരീഡ് കഴിയുമ്പോൾ അതെല്ലാം അവർ പൊളിക്കുന്നു. ആ പൊളിക്കുന്ന സാധനമാണ് പലതും ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഇതിന്റെ ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ അധികാരികൾ പരിശോധിക്കണം. ഇത് എത്ര വർഷം പഴക്കമുണ്ട്, ഈ ഓരോ മെഷീനും എത്ര വർഷം അത് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കിയാലും അറിയാം. ഇതിന്റെ ബേസ്മെന്റ് വരെ ഇളവി വീണാക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഒരുപാട് മെഷീനറികൾ ഇവിടെ ഉണ്ട്. പല സ്ഥലത്തു നിന്നും വരുന്ന കൊച്ചുകുട്ടികളല്ലേ വരുന്നത്. കൊച്ചുകുട്ടികളാ ഈ ഇങ്ങനെയുള്ള പാർക്കുകൾ എൻജോയ് ചെയ്യുന്നത്. ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുമായി വരുമ്പോൾ ഇത്തരത്തിൽ അപകടം ഉണ്ടായാൽ അത് കർശനമായി സേഫ്റ്റി ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചുകൊണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ അന്ന് എല്ലാ അധികാരികൾക്കും പരാതി കൊടുക്കും. ഇവിടെ ഈ സ്ഥാപനത്തിൽ ഒരു ആംബുലൻസ് ഇല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അത് ഒരു തെറ്റ് തന്നെയാണ്. അത് അധികാരികൾ നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ പ്രശ്നം ഉണ്ടായി ഉടനെ ഇവിടെ ഉണ്ടായിരുന്ന ഒമിനി വാനിലാണ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോയത്. ഈ കൊണ്ടുപോയ സമയത്ത് ഞാൻ കൂടെ ഉള്ള ആളാണ്. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. വണ്ടിയിൽ വേസ്റ്റ് കൊണ്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. അത് ഒമിനി ഇവിടെ സർവീസിന് എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ സാധനങ്ങളോ കൊണ്ടുപോകുന്ന വണ്ടി തന്നെ. ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഒരു ആംബുലൻസ് ഉണ്ടാകേണ്ടതിന്റെ പ്രധാനപ്പെട്ട തെറ്റ് തന്നെയാണ്. ഒരു ആംബുലൻസ് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഈ സേഫ്റ്റി പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ വർഷാവർഷം കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. അതിന്റെ താഴത്തെ ആംഗ്ലെയർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കനം കുറഞ്ഞ ആംഗ്ലെയറാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ സാധനത്തിന്റെ സേഫ്റ്റി പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരെ തെറ്റാണിത്. ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ അപകടം ഉണ്ടാകുന്നത്. നേരത്തെ ഒരു കുട്ടി പൂളിൽ വീണു മരിച്ചു. അത് സത്യാവസ്ഥ എന്താണെന്ന് ഈ പുറത്തുള്ള ഒരു മനുഷ്യർക്കും അറിയത്തില്ല. അത് പോലീസിന് മാത്രമേ അതിന്റെ കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇവിടെയുള്ള ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല. അത് അവർക്കേ അറിയാവുള്ളൂ. അത് പരിശോധിക്കേണ്ടത് പോലീസ്. സുരക്ഷ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വീഴ്ച തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്.